നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. റാഫിഞ്ഞയാണ് താരം, റാഫി തന്നെയാണ് താരം. ഈ സീസണിൽ വിനിയേക്കാൾ എത്രയോ മുകളിലാണവൻ. ബെസ്റ്റ് ഇൻ ദി വേൾഡ് വിനിയല്ല, അത് റാഫിഞ്ഞയാണ്. അടുത്ത സീസണിലെ ബാലൻഡിയോർ കണ്ടൻഡർമാരിൽ 1-ാം സ്ഥാനത്ത് റാഫിഞ്ഞയുണ്ട്. ബാഴ്സലോണ ആരാധകർ പറയുകയാണ്. ബാഴ്സലോണയുടെ ആരാധക പേജുകൾ ഒരുപാടുണ്ട്, നമുക്കതറിയാം. എക്സിൽ അങ്ങനെയുള്ളൊരു പേജാണ് ബാഴ്സ യൂണിവേഴ്സൽ, BU, ബാഴ്സ ടൈംസ്, ഇങ്ങനെ പലതും നമ്മൾ കാണും. അതിലൊരു പേജിൽ ഇന്ന് കണ്ട ഒരു ട്വീറ്റ് വല്ലാതെ മനസ്സിലുടക്കി. റാഫിഞ്ഞയ്ക്ക് ബാലൻഡിയോറിന് വേണ്ടി നമ്മൾ പുഷ് ചെയ്യണം, അതിനുവേണ്ടി വാദിക്കണം. റാഫിഞ്ഞ അത്രയും മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. ഓഹോ, ഇത് കാണുമ്പോഴേ സീസണിൻ്റെ തൊട്ട് മുമ്പ് സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലുണ്ടായ ചില കാര്യങ്ങളൊന്ന് ഓർത്തു പോവുകയാണ്. റാഫിഞ്ഞയെ ഒഴിവാക്കണം, റാഫിഞ്ഞയെ പറഞ്ഞു വിടണം. അവൻ്റെ ജേഴ്സി നമ്പർ നിക്കോ വില്യംസിന് കൊടുത്തുകൊണ്ട് അങ്ങനെ ജേഴ്സി ഇറക്കി ബാഴ്സ ആരാധകർ പ്രചരിപ്പിച്ചു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? റാഫിഞ്ഞ പറഞ്ഞിട്ടില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ അയാളത് എടുത്തു പറഞ്ഞു. വല്ലാത്ത വിഷമമുണ്ടാക്കി. ഞാൻ ഈ ക്ലബിന് വേണ്ടി എല്ലാം സമർപ്പിച്ച് കളിച്ചുകൊണ്ടിരിക്കെ, എല്ലാം സമർപ്പിച്ച് കളിക്കാൻ തയ്യാറായി ഇവിടെ നിൽക്കവേ എൻ്റെ ജേഴ്സി നമ്പർ വെച്ച് മറ്റൊരു താരത്തിൻ്റെ പേരെഴുതി ആരാധകർ പ്രചരിപ്പിച്ചപ്പോൾ വലിയ വിഷമം തോന്നി എന്ന് റാഫിഞ്ഞ പറഞ്ഞു. ഇപ്പോൾ റാഫിഞ്ഞ അവർക്ക് ഹീറോയാണ്. വെറും ഹീറോയല്ല, സൂപ്പർ ഹീറോ. എന്തായാലും സംഗതി കൊള്ളാം. ആരാധകർ പുച്ഛിച്ച റാഫിഞ്ഞ FC ബാഴ്സലോണയുടെ കരുത്തായി മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. മിന്നും പ്രകടനം, പലപ്പോഴും അവൻ്റെ നേച്ചുറൽ പൊസിഷനിൽ അല്ലാതെ കളിച്ചിട്ടും മിന്നും പ്രകടനം അയാൾ നടത്തുന്നുണ്ടെങ്കിൽ അയാളുടെ കപ്പാസിറ്റി ഒന്ന് വേറെയാണ്. റാഫിഞ്ഞ തന്നെ പറഞ്ഞു, ഇംഗ്ലണ്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് മാറിയതിന് ശേഷം വല്ലാതെ ബുദ്ധിമുട്ടിപ്പോയി, ഇടക്കാലത്ത് കളി നിർത്തിപ്പോയാലോ എന്ന് പോലും തോന്നിയിട്ടുണ്ട് എന്ന് റാഫിഞ്ഞ തന്നെ പറയുന്നത് നമ്മൾ കേട്ടു. അവിടെ നിന്നാണ് ഈ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. ഹൻസി ഫ്ലിക്കിന് എന്തായാലും കൈയടിക്കണം. ഇപ്പോൾ റാഫിഞ്ഞയുടെ ഈ ഒരു വളർച്ചയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആരാധകർ വല്ലാതെ സന്തോഷിക്കുന്നുണ്ടാവും, ബ്രസീലിയൻ ആരാധകർ വല്ലാതെ സന്തോഷിക്കുന്നുണ്ടാകും. 31 മത്സരങ്ങളാണ് ഈ സീസണിൽ ബാഴ്സലോണക്കും ബ്രസീലിനും വേണ്ടിയിട്ട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹം കളിച്ചത് 31 മത്സരങ്ങൾ കളിച്ചു, 30 എണ്ണമാണ് സ്റ്റാർട്ട് ചെയ്തത്. 22 ഗോളുകളും 9 അസിസ്റ്റുകളും, അതായത് 31 ഗോൾ കോൺട്രിബ്യൂഷൻസ്. 2584 മിനിറ്റ് കളിച്ചു. ഓരോ 83 മിനിറ്റിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ. യെസ്, റാഫിഞ്ഞ നിലവിൽ ബെസ്റ്റ് ഇൻ ദി വേൾഡ് എന്ന് വിളിക്കാവുന്ന പ്രകടനം തന്നെയാണ് നടത്തുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.